ഒരു മനോഹരമായ പുൽമേടിൽ ഒരു കുഞ്ഞു കുടിലിൽ ആയിരുന്നു മോളുവും അവളുടെ 3 കുഞ്ഞുങ്ങളായ പിക്കുവും ലാലുവും ചിന്നുവും താമസിച്ചിരുന്നത്. അവർ ധാന്യങ്ങൾ കൊത്തിപ്പെറുക്കിയും കുളത്തിൽ കളിച്ചും സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ അടുത്തുള്ള കാട്ടിൽ കാലു എന്ന കുറുക്കൻ ഇവരെ നോട്ടമിട്ടിരുന്നു. എന്തൊരു രുചികരമായ ഭക്ഷണമായിരിക്കും ഇവർ. അവന്റെ വായിൽ വെള്ളമൂറി. ഒരു ദിവസം കാലു മോളുവിന്റെ കുടിലിനടുത്തേക്ക് ചെന്നു. ഇന്നത്തെ എന്റെ ഡിന്നർ അടിപൊളിയായിരിക്കും. രാത്രിയിൽ മോള് ഉറങ്ങിയതിനു ശേഷം കോഴിക്കുഞ്ഞുങ്ങളെ അകത്താക്കാമെന്ന് കരുതി കുറുക്കൻ അവിടെ നിന്ന് പോയി. എന്നാൽ അതിബുദ്ധിമതിയായ മോളു കുറുക്കന്റെ കാൽപ്പാടുകൾ ശ്രദ്ധിച്ചു. കുറുക്കനെ കുടുക്കാൻ അവൾക്ക് ഒരു ഐഡിയ തോന്നി. അന്ന് വൈകുന്നേരം മോള് തന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ സൂക്ഷിച്ചിരിക്കണം. ആ കുറുക്കനെ ഞാൻ ഇന്നൊരു പാഠം പഠിപ്പിക്കും. ഉടനെ തന്നെ മോളു ഒരു പംകിൻ എടുത്ത് കോഴിക്കുഞ്ഞെന്ന് തോന്നിപ്പിക്കുന്ന പോലെ അതിനെ വൈക്കോൽ കൊണ്ട് മൂടി. എന്നിട്ട് അതിനടുത്തെല്ലാം നിറയെ ചെളികൾ പരത്തി. അവൾ പ്രതീക്ഷിച്ച പോലെ കാലു എത്തി. പംകിന്റെ രൂപം കണ്ട കാലു അത് തടിച്ച ഒരു കോഴിക്കുഞ്ഞാണെന്ന് കരുതി ഒരൊറ്റ ചാട്ടം. ഠിം! അവന്റെ തല പംകിന്റെ ഉള്ളിൽ കുടുങ്ങി. അവന്റെ കാലുകളാകട്ടെ ചെളിയിലും വഴുതി. ഒന്നും കാണാൻ പറ്റാതെ അവൻ നിലവിളിച്ചുകൊണ്ട് അടുത്തുള്ള കുളത്തിലേക്ക് ഒറ്റ ചാട്ടം. അവന്റെ വലിയ കരച്ചിൽ കേട്ട് അടുത്തുള്ള മൃഗങ്ങളെല്ലാം ഉണർന്നു. നനഞ്ഞു കുതിർന്ന കാലു എങ്ങനെയൊക്കെയോ തലയിൽ നിന്നും പംകിൻ ഊരിമാറ്റി. അപ്പോഴാണ് അഭിമാനത്തോടെ അവനെ നോക്കിയിരിക്കുന്ന മോളുവിനെ അവൻ കണ്ടത്. ഇത് മോളുവിന്റെ ട്രാപ്പാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇനിയും എന്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ വന്നാൽ ഇതായിരിക്കില്ല നിന്റെ ഗതി. കുറുക്കൻ ദേഷ്യത്തോടെ അവിടുന്ന് പോയി. അടുത്ത ദിവസം പുൽമേട് വീണ്ടും ശാന്തമായി. കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ അമ്മയുടെ ചുറ്റും കളിച്ചു. മോള് ചിരിച്ചു. തന്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമാക്കിയതിൽ അവൾ അഭിമാനിച്ചു. പിന്നീട് ഒരു കുറുക്കനും അവളുടെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല.